Hi, Namaste, welcome back to my channel Meet. ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാൻ പാടില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് ആയിക്കോട്ടെ, ട്രെൻഡിങ് ആയിക്കോട്ടെ, അതേപോലെ റേഞ്ച് മാർക്കറ്റ് ആയിക്കോട്ടെ, നമുക്ക് എല്ലാ മാർക്കറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരുകയും ചെയ്യും. അഥവാ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ കളർ വഴിയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് അപ്ഡൗൺസ് അല്ലാതെ റിവേഴ്സലിൻ്റെ സാഹചര്യത്തിൽ കറക്റ്റ് ഇൻഡിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 29th ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റിയിൽ അപ് ട്രെൻഡ് പോയിരുന്നു. അപ് ട്രെൻഡ് ഒരുപാട് പോയിട്ടില്ല, ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ സൈഡ് വേസ് ആയിട്ട് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യേണ്ട ലെവൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വന്ന ഡൗൺ സിക്കിൾ ആയിക്കോട്ടെ നല്ലൊരു ഡൗൺ ട്രേഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ഈവനിങ്, അതായത് മോർണിംഗിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഈവനിങ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും. ഇപ്പോഴത്തെ സിൽവറിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കണ്ടിന്യൂഷൻ മാർക്കറ്റാണ്, ബൈ തന്നെയാണ് പോകുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ബൈ തന്നെയാണ്. ഇപ്പോഴും മാർക്കറ്റ് ട്രെൻഡിങ് ആയിട്ട് നല്ല അടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ട്രേഡ്, അതായത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡൊക്കെ എങ്ങനെ മനസ്സിലാക്കാം? ട്രെൻഡിങ്, അതായത് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻറ്റേറിയൽ ലേറ്റസ്റ്റ് സൊല്യൂഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലൈവായിട്ട് കാണിച്ചു തരും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് കാണിച്ചു തരാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ലേറ്റസ്റ്റ് സൊല്യൂഷൻ 8.1 ആണ്. ടോട്ടൽ 8 ടൈപ്പ് ഉണ്ട്, 2 സ്കാനർ ഉണ്ട്. ട്രെൻഡിങ് സ്റ്റോക്ക് തിരിച്ചറിയാൻ സ്കാനറിൽ എളുപ്പമാണ്. അപ്പോൾ ലേറ്റസ്റ്റ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കളർ വഴി സൈഡ് വേസ് കാണിച്ചു തരും. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സിറ്റ് ലെവൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ ഒരു ബൈ തന്നു, അത് കഴിഞ്ഞ് സെല്ല് തന്നു. മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒറ്റ ഹൈക്കിൽ ഓപ്പൺ ആയ ശേഷം തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ടാണ് മാർക്കറ്റിൽ നിന്ന് കയറാൻ ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് റിവേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെള്ള കളർ, ഓറഞ്ച്, അങ്ങനെ പല രീതിയിൽ എക്സ്ട്രാ കളർ കാണിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. അല്ലെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ, ഈ ലൈൻ നോക്കി എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴത്തെ സോൺ മാറും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ട്രെൻഡ് പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഇവിടെ സിൽവർ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രെൻഡ് മാർക്കറ്റ് ഒന്ന് ഡൗൺ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ സൈഡിൽ ഇവിടെ 5 മിനിറ്റ്സിലും 1 മിനിറ്റിലൊക്കെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് കാണിച്ചാൽ നമുക്ക് അവിടെ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് വിടാം. പക്ഷേ ഇതിനർത്ഥം ഒരു സെൽ നടക്കുന്നു, സെല്ലിലേക്ക് ആയി എന്നല്ല, തിരിച്ചു കയറാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ താഴെ ഗ്രീൻ തന്നെ കാണിക്കും. അതേപോലെ ട്രെൻഡിലേക്ക് തിരിച്ചു കയറുമ്പോൾ അടുത്ത ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാനുള്ളൊരു അവസരം റീ എൻട്രി സജഷൻ ആയിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോങ് ആയിട്ട്, അതായത് ഒരുപാട് ഹ്യൂജ് ലോസ് ഒന്നും എക്സിറ്റ് ചെയ്യാനായിട്ട് ഈ സൈഡ് ട്രെൻഡ്, അതേപോലെ സൈഡ് വേസ് കളർ ചേഞ്ചസ്, അതേപോലെ താഴത്തെ സോൺ, അതേപോലെ മെസ്സേജ് അലേർട്ട്, ഇങ്ങനെ പല സാഹചര്യങ്ങൾക്കും നമുക്ക് എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എളുപ്പമാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിൽവറിൽ വന്ന സിഗ്നൽസ് നോക്കുകയാണ്, സിഗ്നൽസ് വന്ന അപ്രോക്സിമേറ്റ് 1:45 ശേഷമാണ് അതിന് എൻട്രി കാണിച്ചിട്ടുണ്ട്, ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ ആയി ബ്രേക്ക് ഔട്ട് അടിച്ച് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് കയറി കഴിഞ്ഞ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ ചെറുതായിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യുന്ന സോഫ്റ്റ് പറയുന്നില്ല, കാരണം താഴെ ഗ്രീൻ ആയതുകൊണ്ട് ഇത് തിരിച്ച് കയറാം. അപ്പോൾ അല്ല, നമുക്ക് ട്രെൻഡ് തിരിച്ചു പോകും, നമ്മൾ പ്രോഫിറ്റിലാണ് കുറച്ച് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് വെച്ച് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. അവിടെ ആ സമയത്ത് ട്രെൻഡ് ലൈൻ റിവേഴ്സ് കാണിച്ചു തരും. അതേപോലെ സോൺ മാറും. അതേപോലെ കളർ ചേഞ്ച്, നമുക്ക് ഇവിടെ മെസ്സേജ് അലേർട്ട് ആയിട്ട് ഡൗൺ, അതായത് റിവേഴ്സ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്രോസ് ഡൗൺ, ക്രോസ് അപ്പ് എന്ന് പറഞ്ഞ മെസ്സേജും തരും. അഥവാ ഇവിടെ ട്രേഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ് നമുക്ക് ഇവിടുന്ന് തിരിച്ച് കയറുന്ന സമയത്ത് റീ എൻട്രി സജഷൻ ആയിട്ട് തരും. അവിടെ അടുത്ത ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എളുപ്പം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ വിൻറ്ററിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇതുപോലെ തന്നെയായിരുന്നു. ബൈ തന്ന ശേഷം കൺഫേം ആയി ബ്രേക്ക് ഔട്ട് പോയി ചെറിയ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് റിട്ടേൺ കിട്ടിയിട്ടില്ല. അവിടുന്ന് പെട്ടെന്ന് റിവേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എക്സ്ട്രാ കളർ വഴി വെള്ള കളർ അത് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് സൈഡ് വേസ് ആണെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഒന്ന് സെലക്ട് ചെയ്ത് നല്ല ഡൗൺ ആയിരുന്നു, നല്ല ട്രെൻഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് റിവേഴ്സ് പോകാൻ നോക്കിയെങ്കിലും അവിടും എക്സ്ട്രാ കളർ കാണിച്ചു. പക്ഷേ താഴെ അഡ്വൈസേക്ക് വേണേൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്ത് നമുക്ക് വിടാവുന്നതാണ് എക്സ്ട്രാ കളർ വരുമ്പോൾ. അപ്പോൾ ഇത് റിവേഴ്സ് ഒരുപാട് പോകുന്നതിന് മുമ്പ് ട്രെൻഡ് പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ കാണിച്ചു തരും സൈഡ് വേസ്, നമുക്ക് ട്രെൻഡ് ചേഞ്ചസ് ഇവിടെ സൈഡിൽ ട്രെൻഡിൽ കാണിച്ചു തരും. അപ്പോൾ ആ പോർഷനിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എളുപ്പം മനസ്സിലാക്കാവുന്ന സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ ഇതേപോലെ തന്നെ 8 ടൈപ്പ് ക്യാൻഡിൽസ്റ്റിക് അടക്കം 8 ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ലൈവ് പെർഫോമൻസ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.